ഉപ്പുമാവിന് പകരം ഞങ്ങൾക്ക് ബിരിയാണി തരുമോ എന്ന തങ്കു എന്ന ശംഖു എന്ന 3 വയസ്സുകാരൻ്റെ ഒരു ആഗ്രഹമാണ് അല്ലേ ടീച്ചറെ? ആ ആഗ്രഹമാണ് ഇപ്പൊ നിറവേറിയത്. നല്ലൊരു ആഗ്രഹമായിരുന്നു. കാരണം അരിയും പയറും മാത്രം കഴിച്ച കുട്ടികൾക്ക് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ബിരിയാണി എന്നത്. അത് എന്തായാലും അത് നടപ്പാക്കാൻ നമ്മുടെ മന്ത്രി മുൻകൈയെടുത്ത് അതിനുള്ള ഓർഡറുകളൊക്കെ ഇറക്കി കഴിഞ്ഞു. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കുട്ടികളോടൊക്കെ പറഞ്ഞോ ഇന്ന് ബിരിയാണി എന്നുള്ള കാര്യം? അപ്പൊ നമുക്ക് പോയി നോക്കാം. കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്. പഴയ പോലെ ഇപ്പം അംഗനവാടിയിലൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണ എന്താ, കുട്ടികൾ ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന കുട്ടികളാവുന്നു. അങ്ങനെ നല്ല സ്കാൻ. ഇവരൊക്കെ നല്ല ആക്റ്റീവാണ്. ഇന്ന് എന്താ നിങ്ങൾക്ക് കഴിക്കാൻ അറിയോ? പറ, എന്താ മോളെ ഇവിടെ ബിരിയാണിയാണോ? നിനക്ക് ഇഷ്ടമാണോ ബിരിയാണി? ആണോ? മോളെ പേരെന്താ? നീ ടീച്ചറോട് പറഞ്ഞോ ഇവിടെ ബിരിയാണി വേണം പറഞ്ഞോ? മോന് ഇഷ്ടമാണോ ബിരിയാണി? ആണോ? ആ ഉണ്ട്, ബിരിയാണി ഉണ്ട്. മോന്റെ പേരെന്താ? നിവിത്തിനോട് അമ്മ പറഞ്ഞോ ഇന്ന് ഇവിടെ ബിരിയാണിയാണെന്ന്? അതുവരെല്ലാവരും ഇപ്പൊ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ്. ബിരിയാണി വേണമെന്ന് ആരോഗ്യമന്ത്രിയോട് പറഞ്ഞ നമ്മുടെ ശംഖുവിനെ ആരും മറന്നിട്ടുണ്ടാവില്ല. ആ വീഡിയോ ഒക്കെ വളരെ വൈറലായിരുന്നു അല്ലേ ടീച്ചറെ? അത് ഗുണം ചെയ്തു. എന്തായാലും ഗുണം ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഇവര് സ്ഥിരമായിട്ട് അരിയും പയറും അത് അവരുടെ പോഷകാഹാരമാണ്. എങ്കിലും അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് കിച്ചണിലേക്ക് പോയി നോക്കാം. ഓക്കെ, കിച്ചണിലേക്ക് പോയി നോക്കാം സ്കേൻ. അവർ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇതേ തുടങ്ങിയിട്ടുണ്ട്. ഇതാ പോഷകങ്ങൾ, കാൽസ്യം, ഫൈബറും പ്രോട്ടീനും ഒക്കെ കുട്ടികളുടെ ഭക്ഷണത്തിൽ വേണമെന്നുള്ളത് നിഷ്കർഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ നടക്കുന്നത് അവർക്ക് രാവിലെ നൂൽപുട്ടാണ് ഇന്ന് നൽകുന്നത്. അത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. അവർക്ക് എഗ്ഗ് ബിരിയാണിയാണ്, മുട്ട ബിരിയാണിയാണ് നൽകുന്നത്. അതാണ് നൽകാൻ നിർദ്ദേശിച്ചിട്ടുള്ളതും. അതിന്റെ പണിയും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇതേ ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് നന്നായിട്ട് ബിരിയാണി കൊടുക്കില്ലേ എന്ന് കുട്ടികൾക്ക്? സ്വന്തം മക്കളെ പോലെയാണല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോ അതിലൊരു സ്നേഹം കൂടെ ഉണ്ടാവും. സ്നേഹം ഉണ്ടാവും. അവർക്ക് ആ സ്നേഹമാണല്ലോ വേണ്ടത്. രാവിലെ നമ്മൾ വരുന്ന 9 മണിയാകുമ്പോൾ വരും. മക്കളുടെ അടുത്ത് വന്ന് 3:30 വരെ ഇവരുടെ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ നമ്മൾ ഇവരുടെ കളിയിൽ എല്ലാം മറന്നു പോകും. പിന്നെ വേറൊരു ലോകത്തേക്കാ പിന്നെ ഇവരുടെ കൂടെ ചിരിയും കളിയുമായി 3:30 വരെ നല്ല പാരന്റ് ഉണ്ട് സ്കേൻ ഇവിടെ. അവരോട് കൂടെ ചോദിക്കാം. അവർക്കും ഞങ്ങളെ കുട്ടികൾക്ക് നല്ലൊരു ഇത് കിട്ടാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ? എന്താണ് അപ്പോൾ ഇതാ പാരൻസ് ഒക്കെ ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മോള് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. സ്കേൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് മുതൽ കുട്ടികൾക്ക് ബിരിയാണി നൽകി തുടങ്ങും.